നേരത്തെ തീരുമാനിച്ച ചില കാര്യങ്ങളിൽ നിന്ന് പിന്നോക്കം പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടോ? അത് എന്തൊക്കെയാണ്? അല്ല, ഇപ്പം നമ്മൾ അതിലൊരു കുറ്റപ്പെടുത്തി പോകുന്ന സ്ഥിതി പാടില്ല. പക്ഷെ ഒരു മീറ്റിങ്ങിൽ ഇപ്പോൾ നമ്മളൊക്കെ പ്രത്യേകിച്ച് സർക്കാർ സംവിധാനത്തിൽ നമ്മളൊരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിലൊക്കെയാണ് നമ്മൾ നന്നായി ആലോചിച്ച് എല്ലാ വശവും ചർച്ച ചെയ്ത് അങ്ങനെയാണല്ലോ ഒരു നിർദ്ദേശം പറയുകയും അത് യോഗത്തിൽ ചർച്ച ചെയ്യുകയും അങ്ങനെ അത് തീരുമാനമാക്കുകയും ചെയ്യുക. എന്നാൽ മീറ്റിങ്ങിൽ ഒരു കാര്യം പറയുകയും പിറ്റേന്ന് അതിൽ പിറകോട്ട് പോവുകയും ചെയ്യുന്ന സ്ഥിതി അത് ഒരു കാരണവശാലും ഒരു സർക്കാർ സംവിധാനത്തിൽ പാടില്ല. അത് ഞങ്ങളെ അത് അറിയിച്ചിട്ടുണ്ട്, ഞങ്ങൾ ആ കാര്യം കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങളൊരു ടീം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഷിഫ്റ്റായി തന്നെ ആളുകൾ മാറി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ മന്ത്രി അവിടെയുണ്ട്, പുതിയ 2 MLA മാർ ശ്രീ വിജിനും ശ്രീ രാജഗോപാലും അവിടെ ഉണ്ട്, മന്ത്രി AK ശശീന്ദ്രൻ അവിടെയുണ്ട്, നേരത്തെ ശ്രീ അഷ്റഫ് അതിൻ്റെ അടുത്ത് നമ്മുടെ മഞ്ചേശ്വരമാണ് അദ്ദേഹമുണ്ട്, അതുപോലെ നമ്മുടെ സച്ചിൻ ദേവും ലിൻഡോയും അവിടെ പൂർണ്ണമായിട്ട് കുറേ ദിവസം ഉണ്ടായിരുന്നു. അതുപോലെ കർണാടകയിലെ ഉത്തരവാദിത്തപ്പെട്ടവരവിടെ ക്യാമ്പ് ചെയ്യണം. കർണാടകയിലെ മന്ത്രിസഭയിലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും അവിടെ ക്യാമ്പ് ചെയ്യണം. ഇപ്പോൾ ഇത് കേരളത്തിലാണെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായ ഒരു മന്ത്രി അവിടെ പൂർണ്ണമായിട്ട് ഉണ്ടാവില്ലേ? നിങ്ങളിവിടെ ഏത് പ്രതിസന്ധിയുള്ള ഘട്ടത്തിലും തീർച്ചയായിട്ടും ക്യാമ്പ് ചെയ്യുന്ന ഒരു നില ഉണ്ടായിട്ടില്ലേ? നിങ്ങൾ നോക്കൂ, നമ്മൾ എന്തൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. നിപ്പ വന്നപ്പോൾ, ഓക്കി വന്നപ്പോൾ, പ്രളയം വന്നപ്പോൾ, കോവിഡ് വന്നപ്പോൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം വരുമ്പോൾ നമ്മുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവിടെ ക്യാമ്പ് ചെയ്യണം. ഒന്ന് വന്ന് സന്ദർശിച്ച് പോലല്ല, ദിവസങ്ങൾ ഇപ്പോൾ മറ്റെല്ലാ പരിപാടിയും ഒഴിവാക്കി കുറേ ദിവസം നിൽക്കണം എന്നല്ല, ഷിഫ്റ്റ് സമ്പ്രദായം ഏർപ്പാടാക്കി ക്യാമ്പ് ചെയ്യണം. ക്യാമ്പ് ചെയ്ത് അതിൻ്റെ നേതൃത്വം കൊടുക്കണം. ഒരു ജില്ലാ കലക്ടർ മാത്രം അതിന് നേതൃത്വമായി മാറുന്ന സ്ഥിതി ഉണ്ടാവരുത്. അവിടുത്തെ സ്ഥല MLA ഉണ്ട്, പക്ഷേ ഒരു സ്ഥല MLAക്ക് അതിന് പല പരിമിതികളും ഉണ്ടാകും. അപ്പോൾ ക്യാമ്പ് ചെയ്യാൻ അവിടെ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു മന്ത്രി ആരെങ്കിലും ഉണ്ടാകുന്നത് നല്ലതാണ്. എന്നിട്ട് ആ മന്ത്രി ഒരു 2 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞ് പോകുമ്പോൾ വേറൊരാൾ അവിടെ വന്ന് നിൽക്കുന്നത് നല്ലതാണ്. ആ ഒരു സ്ഥിതിയാണ് പൊതുവെ ഉണ്ടാകേണ്ടത്. അവിടെ കാര്യങ്ങൾ ചെയ്യേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളായ ഞങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് ജനപ്രതിനിധികൾക്കോ ഒന്നും അവിടെ പോയി നിന്ന് കാര്യങ്ങൾ നിർദ്ദേശിച്ച് നടപ്പിലാക്കാനുള്ള ഭരണഘടനാപരമായ റൈറ്റില്ല എന്നുള്ളത് നമുക്കറിയാം. ഞങ്ങൾ ആദ്യ കുറേ ദിവസങ്ങളിൽ തീർച്ചയായിട്ടും അവർ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട്. പക്ഷേ ദിവസം കുറേ നീണ്ടപ്പോൾ സ്വാഭാവികമായും മന്ത്രിമാരെന്നുള്ള നിലയിൽ ഞങ്ങൾ അവിടെ പോകേണ്ട സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. സൈബർ ആക്രമണം വളരെ ഗുരുതരമായ പ്രശ്നമാണ്. ഞങ്ങൾ ആ വീട്ടിൽ പോയ ഘട്ടത്തിൽ തന്നെ അവിടെ പലരും ശ്രദ്ധപ്പെടുത്തി. അന്ന് തന്നെ കമ്മീഷണറുമായി ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് പാടില്ല. അതിൻ്റെ പിന്നിലുള്ള മറ്റെന്തെങ്കിലും താല്പര്യമുണ്ടോ, മറ്റെന്തെങ്കിലും താല്പര്യമില്ലാതെ ഇങ്ങനെ ഒരു നിലപാട് ഈ നികൃഷ്ട മനസ്സുള്ള സംഘം ചെയ്യുമോ എന്നുള്ളത് പരിശോധിക്കണം. അതിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് വേരോടുകൂടി അത് കണ്ടെത്തി അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും.